ക്ലിനിക്കൽ ബയോകെമിസ്ട്രിയിലെ വളരെ പ്രധാനപ്പെട്ട ടെസ്റ്റുകളാണ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ. ദീസ് ടെസ്റ്റ് ആർ യൂസ്ഡ് ടു അസസ് ദ ഫംഗ്ഷൻ ഓഫ് ലിവർ. ലിവറിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റുകളെയാണ് നാം LFT അഥവാ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ലിവറിന്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം, ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവയവമാണ് ലിവർ, ദ കെമിക്കൽ ഫാക്ടറി ഓഫ് ബോഡി. അങ്ങനെയാണ് ലിവർ അറിയപ്പെടുന്നത്. ലിവറിന് സിന്തറ്റിക് ഫംഗ്ഷൻ, ധാരാളം ശരീരത്തിന് ആവശ്യമുള്ള വസ്തുക്കളെ സിന്തസൈസ് ചെയ്യുന്നത്, ഉദാഹരണം പ്ലാസ്മ പ്രോട്ടീനെയൊക്കെ സിന്തസൈസ് ചെയ്യുന്നത് ലിവറിലാണ്. അതുപോലെ ഡീടോക്സിഫിക്കേഷൻ, വിഷാംശങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഡീടോക്സിഫിക്കേഷൻ ഫംഗ്ഷൻ ഉണ്ട്. കോൺജുഗേഷൻ ഫംഗ്ഷൻ, ബിലിറൂബിനെ പോലുള്ള വസ്തുക്കളെ കോൺജുഗേറ്റ് ചെയ്യുന്നു. എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ, ഒരുപാട് കെമിക്കൽസ് അല്ലെങ്കിൽ മെറ്റബോളിക് വേസ്റ്റ് മെറ്റീരിയൽസിനെ ബൈല് വഴി ലിവർ എക്സ്ക്രീറ്റ് ചെയ്യുന്നുണ്ട്. സ്റ്റോറേജ്, ഗ്ലൈക്കോജൻ പോലുള്ള വസ്തുക്കളെ സ്റ്റോർ ചെയ്യുന്നു. ധാരാളം എൻസൈമുകൾ ലിവർ സെല്ലുകളിൽ കാണപ്പെടുന്നുണ്ട്. ഈ എൻസൈമുകൾ ലിവറിന്റെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനെ ശരീരത്തിൽ ഒട്ടനവധി പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന അവയവമാണ് ലിവർ. ലിവറിനുണ്ടാകുന്ന രോഗങ്ങൾ, അത് ഹെപ്പറ്റൈറ്റിസ്, സിറോസിസ്, ക്യാൻസർ, അങ്ങനെയുള്ള രോഗങ്ങൾ ശരീരത്തിന്റെ മൊത്തം പ്രവർത്തനങ്ങളെ താളം തെറ്റുകയും അത് മരണത്തിലേക്ക് നയിക്കാനും സാധ്യതയുള്ള ഒന്നാണ്. ഇപ്രകാരം വളരെ പ്രധാനപ്പെട്ട അവയവമായ ലിവറിന്റെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്ന ടെസ്റ്റുകളെയാണ് ഈ ചാപ്റ്ററിൽ നാം ഡിസ്കസ് ചെയ്യുന്നത്. കോമൺ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്. ഇപ്പൊ ലിവറിന്റെ ഫംഗ്ഷൻസിനെ കുറിച്ച്, ഒരുപാട് ഫംഗ്ഷൻസിനെ കുറിച്ച് ഞാൻ പറഞ്ഞു. ആ ഫംഗ്ഷൻസ് മുഴുവൻ വിലയിരുത്തണമെന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ടെസ്റ്റുകൾ, 50 60 ടെസ്റ്റുകൾ, അതിൽ കൂടുതൽ ടെസ്റ്റുകൾ നമുക്ക് ചെയ്യാവുന്നതാണ്. എങ്കിലും സാധാരണ ഒരു ലബോറട്ടറിയിൽ ഒരു പേഷ്യന്റ് LFT അഥവാ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു വരികയാണെങ്കിൽ കോമൺ ആയിട്ട് ചെയ്യുന്ന ടെസ്റ്റുകളാണ് നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത്തരത്തിലുള്ള ടെസ്റ്റുകളെ കുറിച്ചാണ് നാം ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ കോമൺ ആയിട്ട് ചെയ്യുന്ന ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളാണ് സിറം ബിലിറൂബിൻ എസ്റ്റിമേഷൻ, ടോട്ടൽ പ്ലാസ്മ പ്രോട്ടീൻ എസ്റ്റിമേഷൻ, സിറം ആൽബുമിൻ എസ്റ്റിമേഷൻ, സിറം ഗ്ലോബുലിൻ എസ്റ്റിമേഷൻ, സിറം ആൽക്കലൈൻ ഫോസ്ഫറ്റേസ് എസ്റ്റിമേഷൻ അഥവാ ALP എസ്റ്റിമേഷൻ, സിറം അസ്പാർട്ടേറ്റ് ട്രാൻസമിനേസ് എസ്റ്റിമേഷൻ AST അഥവാ SGOT, സിറം ഗ്ലൂട്ടമേറ്റ് ഓക്സാലോഅസെറ്റേറ്റ് ട്രാൻസമിനേസ് എൻസൈമാണ്, സിറം അലനൈൻ ട്രാൻസമിനേസ് എസ്റ്റിമേഷൻ ALT അഥവാ SGPT, സിറം ഗ്ലൂട്ടമേറ്റ് പൈറുവേറ്റ് ട്രാൻസമിനേസ്. ഈ ടെസ്റ്റുകളാണ് റുട്ടീൻ ആയിട്ട് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ ഭാഗമായിട്ട് നാം ചെയ്യുന്നത്. ഇതിനപ്പുറത്തുള്ള ധാരാളം സ്പെഷ്യൽ ടെസ്റ്റുകളുണ്ട്. ആ സ്പെഷ്യൽ ടെസ്റ്റുകളെ കുറിച്ച് നാം ഇവിടെ ഡിസ്കസ് ചെയ്യുന്നില്ല. ഒന്നാമത്തത് ബിലിറൂബിൻ ആണ്. നമ്മൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റുകളിലെ ആദ്യത്തെ ടെസ്റ്റ് നാം മനസ്സിലാക്കിയത് ബിലിറൂബിൻ എന്ന വസ്തുവിന്റെ എസ്റ്റിമേഷൻ ആണ്. എന്താണ് ബിലിറൂബിൻ എന്ന് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ വേസ്റ്റ് പ്രോഡക്റ്റ് ഓഫ് ഹീമോഗ്ലോബിൻ മെറ്റബോളിസം. നമ്മുടെ ശരീരത്തിലെ ഹീമോഗ്ലോബിൻ മെറ്റബോളിസിന്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ആണ് ബിലിറൂബിൻ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹീമോഗ്ലോബിൻ RBCക്ക് ഉള്ളിലാണ് കാണപ്പെടുക. RBCയുടെ നോർമൽ ലൈഫ് സ്പാൻ ഏകദേശം 120 ദിവസമാണ്. ആ നോർമൽ ലൈഫ് സ്പാൻ കഴിയുന്നതോടുകൂടി RBCയുടെ ഷേപ്പിൽ, ആകൃതിയിൽ മാറ്റം വരികയും RBCയെ സ്പ്ലീൻ എന്ന് പറയുന്ന അവയവം, നമ്മുടെ ശരീരത്തില് RBCയെ ലൈസ് ചെയ്യുന്ന അവയവമാണ് സ്പ്ലീൻ. In spleen, old and damaged RBCs are broken down to release hemoglobin. ഇങ്ങനെ ഓൾഡ് ആയിട്ടുള്ള RBC അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ ഡാമേജ് സംഭവിച്ചിട്ടുള്ള RBCയെ സ്പ്ലീൻ ടേക്കപ്പ് ചെയ്യുന്നു. സ്പ്ലീൻ ആ RBCയെ ബ്രേക്ക് ചെയ്ത് അതിനുള്ളിൽ നിന്നും HB അഥവാ ഹീമോഗ്ലോബിനെ റിലീസ് ചെയ്യുന്നു. This hemoglobin is split into heme and globin. ഹീമോഗ്ലോബിന്റെ കമ്പോണൻസ് നമുക്കറിയാം. ഒരു കമ്പോണന്റ് ഹീം ആണ്, മറ്റൊരു ഭാഗം ഗ്ലോബിൻ ആണ്. ഗ്ലോബിൻ പ്രോട്ടീൻ ആണ്. ഇതിൽ ഈ നോൺ പ്രോട്ടീൻ ആയിട്ടുള്ള പ്രോസ്തറ്റിക് ഗ്രൂപ്പ് ആയിട്ടുള്ള ഈ ഹീമിനെ ബിലിറൂബിൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ്, ഇവിടെ സിംപ്ലിഫൈ ചെയ്ത് പറഞ്ഞിരിക്കുന്നു മാത്രം. അപ്പൊ RBCയെ ലൈസ് ചെയ്ത് ഹീമോഗ്ലോബിനെ സ്പ്ലീൻ റിലീസ് ചെയ്യുന്നു, സ്പ്ലീൻ ഉള്ളിലേക്ക് റിലീസ് ചെയ്യുന്നു. ആ ഹീമോഗ്ലോബിനെ സ്പ്ലിറ്റ് ചെയ്ത് ഹീമും ഗ്ലോബിനും ആക്കി മാറ്റുന്നു. ഈ ഹീമിനെ ബിലിറൂബിൻ ആക്കി മാറ്റുന്നു.
Bilirubin is released into blood and transported by albumin to liver. ഇങ്ങനെ ഈ സ്പ്ലീനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബിലിറൂബിനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുന്നു. അങ്ങനെ ബ്ലഡിലേക്ക് റിലീസ് ചെയ്യുമ്പോൾ അത് ആൽബുമിനുമായിട്ട് ചേർന്ന്, ആൽബുമിൻ ഒരു ട്രാൻസ്പോർട്ട് മോളിക്യൂൾ ആയിട്ട്, അതായത് ഇതിനെ ഈ ബിലിറൂബിനെ ലിവറിലേക്ക് എത്തിക്കാനുള്ള ഒരു വാഹകം, ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള ഒരു മോളിക്യൂൾ ആയിട്ട് ആൽബുമിൻ ആക്ട് ചെയ്യുന്നു. അങ്ങനെ ബ്ലഡിലേക്ക് സ്പ്ലീനിൽ നിന്ന് റിലീസ് ചെയ്യുന്ന ആ ബിലിറൂബിൻ ആൽബുമിനുമായിട്ട് ചേർന്നാണ് നിൽക്കുക. അങ്ങനെ അത് ലിവറിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നു. ദിസ് ഈസ് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ. ഇങ്ങനെ സ്പ്ലീനിൽ നിന്നും ബ്ലഡിലേക്ക് റിലീസ് ചെയ്യപ്പെട്ട ആൽബുമിനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ആ ബിലിറൂബിന് നാം പറയുന്ന പേരാണ് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ. അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ. ഇറ്റ് ഈസ് ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ. അത് പ്ലാസ്മയിൽ ഡിസോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, ഇൻസോല്യൂബിൾ ആണ്. അങ്ങനെ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള, കോൺജുഗേറ്റ് ചെയ്യാത്ത ആൽബുമിനുമായിട്ട് കമ്പൈൻ ചെയ്ത് ബ്ലഡിൽ കാണുന്ന ബിലിറൂബിന് നാം വിളിക്കുന്ന പേരാണ് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ. ഇറ്റ് ഈസ് ടേക്കൺ അപ്പ് ബൈ ലിവർ ആൻഡ് കോൺജുഗേറ്റഡ് വിത്ത് ഗ്ലൂക്കറോണിക് ആസിഡ് ടു ഫോം കോൺജുഗേറ്റഡ് ബിലിറൂബിൻ. അപ്പൊ ഇപ്രകാരം അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ബ്ലഡിൽ കൂടി ഒഴുകി ലിവറിൽ എത്തിക്കഴിയുമ്പോൾ ലിവർ സെല്ല് അതിനെ അബ്സോർബ് ചെയ്തിട്ട് ഗ്ലൂക്കറോണിക് ആസിഡുമായിട്ട് അതിനെ കമ്പൈൻ ചെയ്ത് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്നുള്ള ഒന്ന് ഫോം ചെയ്യുന്നു. അങ്ങനെ ലിവറിലാണ് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ഫോം ചെയ്യുന്നത്. ഗെറ്റ് എക്സ്ക്രീറ്റഡ് ഇൻടു ഇന്റസ്റ്റൈൻ ത്രൂ ബൈൽ. അങ്ങനെ ഫോം ചെയ്യുന്ന ആ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ വാട്ടർ സോല്യൂബിൾ ആണ്. അതുകൊണ്ട് അത് ബൈലിൽ കൂടി സ്മോൾ ഇന്റസ്റ്റൈനിലേക്ക് പോകുന്നു. അപ്പൊ ഇങ്ങനെ ഈ ലിവറിൽ ഈ കോൺജുഗേറ്റ് ചെയ്യപ്പെടുന്ന ബിലിറൂബിന്റെ വളരെ കുറഞ്ഞ അളവിൽ എന്ന് പറഞ്ഞാൽ നെഗ്ലിജിബിൾ എമൗണ്ട് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നോർമൽ ബ്ലഡിൽ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആണ് പ്രധാനമായിട്ട് കാണുക. അതുകൂടാതെ വളരെ കുറഞ്ഞ അളവിൽ കോൺജുഗേറ്റഡ് ബിലിറൂബിനും കാണപ്പെടുന്നു. പക്ഷെ കോൺജുഗേറ്റ് ബിലിറൂബിന്റെ ഭൂരിഭാഗവും പോകുന്നത് ബൈലിൽ കൂടി സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് പോകുന്നത്. വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമേ നോർമൽ ആയിട്ട് അബ്സോർബ് ചെയ്യപ്പെടുന്നു ബ്ലഡിലേക്ക്. അപ്പൊ ഇൻസോല്യൂബിൾ ആയിട്ടുള്ള അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനും സോല്യൂബിൾ ആയിട്ടുള്ള കോൺജുഗേറ്റഡ് ബിലിറൂബിനും, അങ്ങനെ രണ്ട് രീതിയിലുള്ള ബിലിറൂബിനാണ് കാണപ്പെടുന്നത്. ടൈപ്സ് ഓഫ് ബിലിറൂബിൻ നമുക്ക് നോക്കാം. ഇപ്പൊ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നു. കോൺജുഗേറ്റഡ് ബിലിറൂബിൻ, അതിന് ഡയറക്റ്റ് ബിലിറൂബിൻ എന്നും പറയാറുണ്ട്. It is formed in liver by conjugation of bilirubin with glucuronic acid. It is excreted through bile. Normally, very small amount is absorbed into blood. It is soluble in water. Conjugated bilirubin എന്ന് പറഞ്ഞാൽ ലിവറിൽ വെച്ച് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനെ ഗ്ലൂക്കറോണിക് ആസിഡുമായിട്ട് പ്രവർത്തിപ്പിച്ച് നിർമ്മിക്കുന്ന ആ ബിലിറൂബിനെയാണ് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറയുക. അതിനെ ഡയറക്റ്റ് ബിലിറൂബിൻ എന്നും പറയാറുണ്ട്. അത് വാട്ടറിൽ സോല്യൂബിൾ ആണ്. അതിന്റെ ഭൂരിഭാഗവും ബൈലിൽ കൂടി സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് പോകുന്നു. വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രം ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ, അതിനെ നമ്മൾ ഇൻഡയറക്റ്റ് ബിലിറൂബിൻ എന്ന് പറയാറുണ്ട്. ഇറ്റ് ഈസ് ദ ബിലിറൂബിൻ ഫോംഡ് ഇൻ സ്പ്ലീൻ ആൻഡ് റിലീസ്ഡ് ഇൻടു ബ്ലഡ്. സ്പ്ലീനിൽ ഫോം ചെയ്തിട്ട് ബ്ലഡിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്ന ആ ബിലിറൂബിനെയാണ് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ. അത് വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ്. വാട്ടറിൽ അതിന് ഡിസോൾവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പൊ ടോട്ടൽ ബിലിറൂബിൻ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ പ്ലസ് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ രണ്ടും കൂടി ചേർന്നതാണ് ടോട്ടൽ ബിലിറൂബിൻ എന്ന് പറയുന്നത്. സിഗ്നിഫിക്കൻസ്, പ്രാധാന്യം. ബിലിറൂബിന്റെ ശരീരത്തിൽ എന്തെല്ലാം പ്രാധാന്യം, അല്ലെങ്കിൽ ബിലിറൂബിൻ എസ്റ്റിമേഷൻ എന്തിനു വേണ്ടി ചെയ്യുന്നു എന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നാം അറിയേണ്ടത് ജോണ്ടിസ് എന്ന് പറയുന്ന കണ്ടീഷനാണ്. മഞ്ഞപ്പിത്തം അഥവാ മഞ്ഞക്കാമല എന്നറിയപ്പെടുന്ന ജോണ്ടിസ്. ഇറ്റ് ഈസ് ദ യെല്ലോയിഷ് ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻ ഡ്യൂ ടു ഇൻക്രീസ്ഡ് കോൺസെൻട്രേഷൻ ഓഫ് ബിലിറൂബിൻ ഇൻ ബ്ലഡ്. ഈ ബിലിറൂബിൻ എന്ന് പറയുന്ന വസ്തു എന്താണെന്ന് നാം കണ്ടു. ആ ബിലിറൂബിന്റെ അളവ് ബ്ലഡിൽ കൂടിക്കഴിഞ്ഞാൽ, നോർമലിനേക്കാൾ വർദ്ധിച്ചു കഴിഞ്ഞാൽ സ്കിന്നിനും നമ്മുടെ ത്വക്കിനും അതുപോലെ മ്യൂക്കസ് മെംബ്രെയിനും കണ്ണിലും അതുപോലെ തന്നെ നമ്മുടെ ചുണ്ടിലും എല്ലാം മ്യൂക്കസ് മെംബ്രെയിന് ഒരു യെല്ലോയിഷ് ഡിസ്കളറേഷൻ, ഒരു മഞ്ഞ നിറത്തിലുള്ള നിറം വരുന്നു. ആ കണ്ടീഷൻ നാം പറയുന്ന പേരാണ് ജോണ്ടിസ്. 3 രീതിയിലുള്ള ജോണ്ടിസ് ആണ് കാണപ്പെടുന്നത്. പ്രീ ഹെപ്പാറ്റിക്, ഹെപ്പാറ്റിക്, പോസ്റ്റ് ഹെപ്പാറ്റിക്. ഹെപ്പാറ്റിക് എന്ന് പറഞ്ഞാൽ ലിവറുമായിട്ട് ബന്ധപ്പെട്ടതിനാണ് നാം ഹെപ്പാറ്റിക് എന്ന് വിളിക്കുന്നത്. അപ്രകാരത്തിലുള്ള 3 തരം ജോണ്ടിസ് ആണ് പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ്, ഹെപ്പാറ്റിക് ജോണ്ടിസ് ആൻഡ് പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസ്.
പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ് ഇതെന്താണ് നമുക്ക് നോക്കാം. ഇൻ പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ്, പ്രീ ഹെപ്പാറ്റിക് എന്ന വാക്കിന്റെ അർത്ഥം പ്രീ മീൻസ് ബിഫോർ, ഹെപ്പാറ്റിക് ലിവർ, ലിവറിന് മുമ്പ്, അത് ലിവറിനുള്ള രോഗം കൊണ്ടല്ല ഈ ജോണ്ടിസ് ഉണ്ടാകുന്നത് എന്ന് നാം മനസ്സിലാക്കുക. There is excessive red cell breakdown which overwhelms the liver's ability to conjugate bilirubin. സ്പ്ലീനിൽ നിന്നും വരുന്ന ബിലിറൂബിനെ ലിവർ കോൺജുഗേറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പൊ ലിവറിന് ഒരു പരിധിയുണ്ട്, ആ പരിധിക്ക് അപ്പുറത്തേക്ക് ബിലിറൂബിനെ സ്പ്ലീൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ബിലിറൂബിനെ പൂർണ്ണമായിട്ട് കോൺജുഗേറ്റ് ചെയ്ത് പുറന്തള്ളാൻ വേണ്ടിയിട്ട് ലിവറിന് സാധിക്കില്ല. അങ്ങനെ വരുമ്പോൾ, അതായത് സ്പ്ലീനിൽ എക്സസ് എമൗണ്ട്, വളരെ കൂടുതൽ എമൗണ്ട് ബിലിറൂബിൻ ഫോം ചെയ്താൽ ബ്ലഡിലുള്ള അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ അളവ് വർദ്ധിക്കുന്നു. കാരണം അപ്രകാരം കൂടുതലായിട്ടുണ്ടാകുന്ന അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനെ കോൺജുഗേറ്റ് ചെയ്യാൻ വേണ്ടി ലിവറിന് സാധിക്കുന്നില്ല. ഈ സാഹചര്യത്തിൽ ലിവറിൽ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ അളവ് വർദ്ധിക്കുന്നു. ദിസ് കോസസ് ആൻ അൺകോൺജുഗേറ്റഡ് ഹൈപ്പർ ബിലിറൂബിനീമിയ. ഹൈപ്പർ ബിലിറൂബിനീമിയ എന്ന് പറഞ്ഞാൽ ബ്ലഡിൽ ബിലിറൂബിന്റെ അളവ് വർദ്ധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ജോണ്ടിസ് എന്ന് പറയുന്നത്. പ്രകാരം സംഭവിക്കുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഹീമോളിറ്റിക് അനീമിയ ആണ്. ഹീമോളിറ്റിക് അനീമിയ എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ കൊണ്ടും എക്സസ് എമൗണ്ട് ഓഫ് RBCയെ സ്പ്ലീൻ നശിപ്പിക്കുന്നു. അത് ചിലപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് കൊണ്ടുണ്ടാകാം, RBCയുടെ ഷേപ്പിലുണ്ടാകുന്ന മാറ്റം കൊണ്ടുണ്ടാകാം, അല്ലെങ്കിൽ ചില ടോക്സിൻസ് കൊണ്ടുണ്ടാകാം, സ്പിറോസൈറ്റിക് അനീമിയ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടാകാം. അങ്ങനെ പല രീതിയിലും RBCക്ക് ഡാമേജ് സംഭവിക്കുമ്പോൾ ആ RBCയെ സ്പ്ലീൻ എക്സസ് എമൗണ്ട് ധാരാളമായിട്ട് നശിപ്പിക്കുകയും കൂടുതൽ ബിലിറൂബിൻ സെക്രീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ കൂടുതൽ ബിലിറൂബിൻ സെക്രീറ്റ് ചെയ്യുമ്പോൾ ലിവറിന് അതനുസരിച്ച് പൂർണ്ണമായിട്ടും പുറത്താക്കാനാവില്ല, ബിലിറൂബിനെ എക്സ്ക്രീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അത് ലിവറിന്റെ ഡാമേജ് കൊണ്ടല്ല, ലിവർ നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്ത് വരുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ജോണ്ടിസിനെ പ്രീ ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്നാണ് നാം വിളിക്കുന്നത്. ഒരു ഉദാഹരണമാണ് ഹീമോലൈറ്റിക് അനീമിയ. RBCയുടെ ഇൻക്രീസ്ഡ് ഹീമോലൈസിസിനെയാണ് ഹീമോലൈറ്റിക് അനീമിയയിൽ കാണപ്പെടുന്നത്. രണ്ടാമത് ഹെപ്പാറ്റിക് ജോണ്ടിസ്. ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ ഇതിന് ലിവറിനാണ് പ്രശ്നം, ലിവറിനുണ്ടാകുന്ന ഡാമേജ്. ഇൻ ഹെപ്പാറ്റിക് ഓർ ഇൻട്രാഹെപ്പാറ്റിക് ജോണ്ടിസ് there is dysfunction of hepatic cells. ലിവർ സെല്ലുകളെയാണ് നാം ഹെപ്പാറ്റിക് സെൽസ് എന്ന് വിളിക്കുന്നത്. ഈ ഹെപ്പാറ്റിക് സെൽസിന് ഉണ്ടാകുന്ന ഡാമേജ്, ഹെപ്പാറ്റിക് സെൽസിന് ഏതെങ്കിലും രീതിയിൽ ഡാമേജ് ഉണ്ടായാൽ, പല കാരണങ്ങൾ കൊണ്ട് ഡാമേജ് ഉണ്ടാകാം. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് തുടങ്ങിയ രോഗാണുക്കളുടെ ആക്രമണം കൊണ്ടുണ്ടാകാം, അതല്ലെങ്കിൽ ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കൊണ്ടുണ്ടാകാം. അങ്ങനെ ഏതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ലിവർ സെല്ല് ഡാമേജ് ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്കറിയാം ആൽക്കഹോളിസം അതുപോലുള്ള കണ്ടീഷൻസ് കൊണ്ടുണ്ടാകാം. ഇങ്ങനെ ലിവർ സെല്ല് ഡാമേജ് ആയി കഴിഞ്ഞാൽ ലിവർ സെല്ലിന് ഇറ്റ് ലൂസസ് ദ എബിലിറ്റി ടു കോൺജുഗേറ്റ് ബിലിറൂബിൻ. ബിലിറൂബിനെ കോൺജുഗേറ്റ് ചെയ്യാനുള്ള കഴിവ് ലിവർ നഷ്ടപ്പെടുന്നു. സോ അൺകോൺജുഗേറ്റഡ് ബിലിറൂബിൻ ലെവൽ ഇൻ ബ്ലഡ് ഇൻക്രീസ്. അപ്പൊ സ്വാഭാവികമായിട്ടും അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ അളവ് ബ്ലഡിൽ കൂടുന്നു. ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ അളവിന് വർധനവില്ല, പക്ഷെ ലിവറിന് അതിനെ കോൺജുഗേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് ബ്ലഡിൽ അതിന്റെ അളവ് കൂടുന്നു. ഇപ്പൊ നോർമൽ ആണെന്നുണ്ടെങ്കിൽ നോർമൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബിലിറൂബിനെ നോർമൽ ലിവറിന് കോൺജുഗേറ്റ് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും, അപ്പൊ അതിന്റെ ലെവൽ നോർമൽ ആയിട്ട് നിൽക്കും. പക്ഷെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബിലിറൂബിന്റെ അളവിന് മാറ്റമൊന്നുമില്ല, പക്ഷെ ലിവറിന് അതിനെ കോൺജുഗേറ്റ് ചെയ്യാനുള്ള കഴിവ് കുറഞ്ഞു പോകുന്നു. അപ്രകാരം ബ്ലഡില് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ അളവ് വർദ്ധിക്കുന്നു. In some cases, inflammation of liver compresses biliary tree to cause the degree of obstruction. So, conjugated bilirubin may get absorbed into bloodstream. അപ്പോൾ ലിവർ പൂർണ്ണമായിട്ടും കോൺജുഗേഷൻ നിർത്തിയിട്ടില്ല, അത് കുറെ എല്ലാം കോൺജുഗേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ കോൺജുഗേറ്റ് ചെയ്യുന്നതിനെ തന്നെ പൂർണ്ണമായിട്ട് എക്സ്ക്രീറ്റ് ചെയ്യാൻ പറ്റാതെ വരും. കാരണം ലിവർ സെല്ലിനുള്ളിൽ കൂടിയാണ് ബൈൽ കാപ്പിലറീസ് ഒഴുകുന്നത്. അപ്പൊ ഈ ലിവറിന് വീക്കം വന്നു കഴിഞ്ഞാൽ, ഇൻഫ്ലമേഷൻ വന്നു കഴിഞ്ഞാൽ ഈ ബൈൽ കാപ്പിലറീസിനെ അത് തടസ്സപ്പെടുത്തും. അങ്ങനെ തടസ്സപ്പെടുത്തുമ്പോൾ കോൺജുഗേറ്റ് ചെയ്ത ബിലിറൂബിൻ വീണ്ടും ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. അതായത് ലിവറിന് ഡാമേജ് വന്നതുകൊണ്ട് കോൺജുഗേറ്റ് ചെയ്യാനുള്ള കഴിവ് കുറയുന്നത് കൊണ്ട് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ അളവ് ബ്ലഡിൽ വർദ്ധിക്കുന്നു. അതോടൊപ്പം തന്നെ ലിവറിന് വീക്കം സംഭവിക്കുന്നതുകൊണ്ട് കോൺജുഗേറ്റ് ചെയ്യുന്ന ബിലിറൂബിനെ പൂർണ്ണമായിട്ട് അത് പുറന്തള്ളാൻ കഴിയുന്നില്ല. ഈ ബൈൽ ട്രാക്റ്റുകൾ അല്ലെങ്കിൽ ബൈൽ ഡക്റ്റുകൾ, ബൈൽ കനാലിക്കുലകള് ഇൻഫ്ലമേഷൻ കൊണ്ട് അടഞ്ഞു പോകുന്നത് കൊണ്ട് കോൺജുഗേറ്റ് ചെയ്ത ബിലിറൂബിനെ ബ്ലഡിലേക്ക്
കുറഞ്ഞ അളവിലൊക്കെ അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നു. അപ്രകാരം സംഭവിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ബ്ലഡിൽ കോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ അളവും കൂടുന്നു, അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ അളവും കൂടുന്നു. രണ്ടും കൂടി വർദ്ധിക്കുന്നു. ഒരു മിക്സ്ഡ് പിക്ചർ ആണ് ഉണ്ടാകുക. കോൺജുഗേറ്റഡും അൺകോൺജുഗേറ്റഡും വർദ്ധിക്കുന്നു. ഉദാഹരണം ഹെപ്പറ്റൈറ്റിസ് എ, ബി, സി തുടങ്ങിയ രോഗങ്ങൾ. ഹെപ്പറ്റൈറ്റിസ് വൈറൽ ഡിസീസുകളാണ്. ഹെപ്പറ്റൈറ്റിസ് എയും ബിയും സിയും എല്ലാം ഈ കണ്ടീഷൻസിലെല്ലാം ഈ ബിലിറൂബിന്റെ അളവ് വർദ്ധിക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. അപ്പൊ മനസ്സിലാക്കേണ്ടത് ഹെപ്പാറ്റിക് ജോണ്ടിസിൽ രണ്ട് രീതിയിലുള്ള ബിലിറൂബിന്റെ അളവും ബ്ലഡിൽ വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അൺകോൺജുഗേറ്റ് വർദ്ധിക്കാൻ കാരണം എന്ന് പറയുന്നത് ലിവർ വേണ്ടത്ര എമൗണ്ടിൽ കോൺജുഗേറ്റ് ചെയ്യാത്തത് കൊണ്ട് അൺകോൺജുഗേറ്റഡ് ബ്ലഡിൽ വർദ്ധിക്കുന്നു. കോൺജുഗേറ്റ് വർദ്ധിക്കാൻ കാരണം കുറഞ്ഞ അളവിലെങ്കിലും കോൺജുഗേറ്റ് ചെയ്യുന്നത് ഉണ്ട് ലിവർ. പക്ഷെ ആ കോൺജുഗേറ്റ് ചെയ്തതിനെ ബയൽ കൂടി പുറന്തള്ളാൻ പറ്റാതെ വരുമ്പോൾ, ഇൻഫ്ലമേഷൻ കാരണം ബയൽ കൂടി പുറന്തള്ളാൻ പറ്റാതെ വരുമ്പോൾ അത് ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നു. അപ്പൊ ഈ ഹെപ്പാറ്റിക് ജോണ്ടിസിൽ കോൺജുഗേറ്റ് ബിലിറൂബിന്റെ അളവും വർദ്ധിക്കാം, അതുപോലെ തന്നെ അൺകോൺജുഗേറ്റിന്റെ അളവും വർദ്ധിക്കാം എന്ന് സാരം. പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസ് ആണ്. പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസ് എന്ന് പറഞ്ഞാല് പ്രീ ഹെപ്പാറ്റിക്കും അല്ല ഹെപ്പാറ്റിക്കും അല്ല. ലിവറിന് ഡാമേജ് ഇല്ല, ലിവറിന് മുമ്പ് ഡാമേജ് ഇല്ല. അപ്പോൾ ഡാമേജ് സംഭവിക്കുന്നത് ലിവറിൽ നിന്നും കോൺജുഗേറ്റ് ചെയ്ത ശേഷം പുറത്തേക്ക് ഒഴുകുന്ന വഴിയിൽ, അതായത് സ്മോൾ ഇൻറ്റെസ്റ്റൈനിലേക്ക് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ, ഇപ്പൊ ലിവർ സെൽ നോർമൽ ആണ്, സ്പ്ലീൻ നോർമൽ ആണ്, RBC നോർമൽ ആണ്, പക്ഷെ ഈ നോർമലായിട്ട് കോൺജുഗേഷൻ നടക്കുന്നുണ്ട്, ഒഴുകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഒബ്സ്ട്രക്ഷൻ വരുന്നു. അപ്പൊ ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ നമുക്കറിയാം അങ്ങനെ എവിടെയും കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ആ കോൺജുഗേറ്റ് ചെയ്ത ബിലിറൂബിനെ വീണ്ടും അബ്സോർബ് ചെയ്യും, ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്യും. അങ്ങനെ ബിലിറൂബിന്റെ അളവ് ബ്ലഡിൽ വർദ്ധിക്കുന്നു. അപ്പൊ ഈ കണ്ടീഷനിൽ പ്രധാനമായിട്ടും ബ്ലഡിൽ വർദ്ധിക്കുന്നത് കോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ അളവായിരിക്കും വർദ്ധിക്കുക. അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ അളവ് സാധാരണ ഇത് നോർമൽ ആയിരിക്കും. കോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ അളവ് ബ്ലഡിൽ ധാരാളമായിട്ട് വർദ്ധിക്കുന്നു. അപ്പൊ 3 തരം ജോണ്ടിസിലും നാം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രീ ഹെപ്പാറ്റിക്കിലാണെങ്കിൽ വർദ്ധിക്കുന്നത് അൺകോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ അളവാണ്. ഹെപ്പാറ്റിക്കിൽ വർദ്ധിക്കുന്നത് കോൺജുഗേറ്റഡിന്റെ വർദ്ധിക്കും, അൺകോൺജുഗേറ്റഡിന്റെ വർദ്ധിക്കും. പോസ്റ്റ് ഹെപ്പാറ്റിക്കില് വർദ്ധിക്കുന്നത് കോൺജുഗേറ്റഡ് ബിലിറൂബിന്റെ അളവാണ് വർദ്ധിക്കുക. കാരണം ലിവർ നോർമലാണ്, കോൺജുഗേഷൻ നോർമലായിട്ട് നടക്കുന്നു, പക്ഷെ പുറത്തേക്കുള്ള ഫ്ലോ തടസ്സപ്പെടുന്നു. ഒരു ഉദാഹരണം ഗോൾ സ്റ്റോൺസ് ആണ്. ഗോൾ ബ്ലാഡർ പിത്തസഞ്ചിക്കുള്ളിൽ സ്റ്റോണുകൾ, കല്ലുകൾ പോലുള്ള കാൽക്കുലകൾ വന്നു കഴിഞ്ഞാൽ അത് ബൈലിന്റെ ഫ്ലോയിനെ തടസ്സപ്പെടുത്തുകയും ആ ബൈലിൽ കാണുന്ന കോൺജുഗേറ്റ് ബിലിറൂബിൻ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത് ജോണ്ടിസ് അഥവാ പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസിന് കാരണമാകുകയും ചെയ്യും. ഈ പോസ്റ്റ് ഹെപ്പാറ്റിക് ജോണ്ടിസിന് ചിലപ്പോഴൊക്കെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്ന് വിളിക്കാറുണ്ട്. കാരണം ഒബ്സ്ട്രക്ഷൻ നടക്കുന്നത് കൊണ്ട് അതിനെ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് എന്നും വിളിക്കാറുണ്ട്. ഇനി നാം നോക്കുന്നത് ബിലിറൂബിന്റെ എസ്റ്റിമേഷൻ ആണ്. എസ്റ്റിമേഷന് വേണ്ടി പല മെത്തേഡുകളുണ്ട്. കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന മെത്തേഡാണ് ഈവ്ലിൻ മലോയ് മെത്തേഡ്. മെത്തേഡിന്റെ പേര് ശ്രദ്ധിക്കുക, ഈവ്ലിൻ മലോയ് മെത്തേഡ്. മെത്തേഡിന്റെ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ വാൻഡൻബർഗ് റിയാക്ഷൻ. ഒരു റിയാക്ഷൻ ആണ്, വാൻഡൻബർഗ് റിയാക്ഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നു. ആ റിയാക്ഷന്റെ അടിസ്ഥാനത്തിലാണ്, അതാണ് ഈ ബിലിറൂബിൻ എസ്റ്റിമേഷന്റെ പ്രിൻസിപ്പിൾ. എന്താണ് വാൻഡൻബർഗ് റിയാക്ഷൻ എന്ന് നമുക്ക് നോക്കാം. Diazotized sulfanic acid reacts with bilirubin to form purple colored azobilirubin. അതായത് റിയേജന്റിന്റെ പേരാണ് ഡൈസോട്ടൈസ്ഡ് സൾഫാനിലിക് ആസിഡ്. ഈ സൾഫാനിലിക് ആസിഡ് ബിലിറൂബിനുമായിട്ട് റിയാക്ട് ചെയ്യും. അങ്ങനെ റിയാക്ട് ചെയ്തിട്ട് അസോബിലിറൂബിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റ് ഫോം ചെയ്യും, പർപ്പിൾ കളറിലുള്ള. അപ്പൊ ഈ അസോബിലിറൂബിന്റെ കളർ, അതായത് ഒരു കളർഡ് കോമ്പൗണ്ട് ആണ്, ആ കളർ നാം മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത് ബിലിറൂബിന്റെ കോൺസെൻട്രേഷന് ആനുപാതികമായിരിക്കും. Conjugated bilirubin can react directly in water medium and alcohol medium, so it is called direct bilirubin. ഈ റിയാക്ഷൻ, ഈ ഡൈസോട്ടൈസ്ഡ് സൾഫാനിലിക് ആസിഡും ബിലിറൂബിൻ തമ്മിലുള്ള ആ റിയാക്ഷൻ നടക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആണെന്നുണ്ടെങ്കിൽ, രണ്ട് രീതിയിലുള്ള ബിലിറൂബിനെ കുറിച്ച് നാം പഠിച്ചല്ലോ, കോൺജുഗേറ്റഡും അൺകോൺജുഗേറ്റഡും രണ്ടും കൂടെ ചേരുന്നതാണ് ടോട്ടൽ ബിലിറൂബിൻ. ഇതിൽ ഈ കോൺജുഗേറ്റഡ് ബിലിറൂബിന് ഈ റിയേജന്റുമായിട്ട് നേരിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും. അത് വാട്ടർ മീഡിയത്തിലാണെങ്കിൽ റിയാക്ട് ചെയ്യും, ആൽക്കഹോൾ മീഡിയത്തിലാണെങ്കിൽ റിയാക്ട് ചെയ്യും. അതുകൊണ്ട് അതിനെ നാം കോൺജുഗേറ്റ് ബിലിറൂബിനെ ഡയറക്റ്റ് ബിലിറൂബിൻ എന്ന് വിളിക്കാറുണ്ട്. അത് ക്ലാരിഫൈ ചെയ്ത് കൃത്യമായിട്ട് മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. കോൺജുഗേറ്റഡ് ബിലിറൂബിൻ ആണ് ഡയറക്റ്റ് ബിലിറൂബിൻ. അതിന് കാരണം അതിന് ഈ വാൻഡൻബർഗ് റിയാക്ഷനിൽ വാട്ടർ മീഡിയത്തിലും അതുപോലെ തന്നെ ആൽക്കഹോൾ മീഡിയത്തിലും പങ്കെടുക്കാൻ സാധിക്കുന്നുണ്ട്. Unconjugated bilirubin reacts only in the presence of organic solvents like methanol, so it is called indirect bilirubin. ഈ unconjugated bilirubin അത് റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ
ഓർഗാനിക് സോൾവെന്റ്സ്, മെത്തനോൾ പോലുള്ള ഓർഗാനിക് സോൾവെന്റ്സിന്റെ പ്രസൻസിലേ റിയാക്ട് ചെയ്യൂ. വാട്ടർ മീഡിയത്തിൽ റിയാക്ട് ചെയ്യില്ല, കാരണം അത് വാട്ടർ ഇൻസോലുബിൾ ആണ്. അതുകൊണ്ട് നാം അതിനെ ഇൻഡയറക്റ്റ് ബിലിറൂബിൻ എന്ന് വിളിക്കുന്നു. അപ്പൊ ഈ വാൻഡൻബർഗ് റിയാക്ഷനിൽ നാം ആൽക്കഹോളിന്റെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വാൻഡൻബർഗ് റിയാക്ഷൻ ആൽക്കഹോളിന്റെ പ്രസൻസിലാണ് നടക്കുന്നതെങ്കിൽ കോൺജുഗേറ്റഡ് ബിലിറൂബിനും റിയാക്ട് ചെയ്യും, അൺകോൺജുഗേറ്റഡ് ബിലിറൂബിനും റിയാക്ട് ചെയ്യും. രണ്ടും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ടോട്ടൽ ബിലിറൂബിൻ എന്ന് വിളിക്കാൻ പറ്റും. അതായത് വാൻഡൻബർഗ് റിയാക്ഷൻ മെത്തനോളിന്റെ പ്രസൻസിൽ നടത്തി കഴിഞ്ഞാൽ കോൺജുഗേറ്റഡും അൺകോൺജുഗേറ്റഡും റിയാക്ട് ചെയ്യും. അതായത് നമുക്ക് കിട്ടുന്ന റിസൾട്ട് ടോട്ടൽ ബിലിറൂബിന്റെ റിസൾട്ട് ആണ്. പക്ഷേ അത് വാട്ടറിന്റെ പ്രസൻസിലാണ് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ കോൺജുഗേറ്റഡ് ബിലിറൂബിൻ മാത്രമേ റിയാക്ട് ചെയ്യൂ. അപ്പോൾ ഈ റിയാക്ഷൻ നമ്മൾ രണ്ട് രീതിയിൽ നടത്തേണ്ടതായിട്ട് വരും. ഒന്ന് ആൽക്കഹോളിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുക, അപ്പോൾ കോൺജുഗേറ്റഡും അൺകോൺജുഗേറ്റഡും ചേർന്നിട്ടുള്ള ടോട്ടൽ നമുക്ക് കിട്ടുന്നു. മറ്റൊന്ന് വാട്ടറിന്റെ പ്രസൻസിൽ നടത്തുക, അപ്പോൾ നമുക്ക് കോൺജുഗേറ്റഡിന്റെ മാത്രം കിട്ടും. അപ്പൊ അൺകോൺജുഗേറ്റഡ് റിസൾട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ടോട്ടൽ ബിലിറൂബിനിൽ നിന്നും കോൺജുഗേറ്റഡിന്റെ അളവ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് അൺകോൺജുഗേറ്റഡിന്റെ അളവ് ലഭ്യമാകുന്നു. ഇതിന്റെ റിക്വയർമെന്റ്സ് നോക്കാം. ഡയസോ റിയേജന്റ് മേക്ക് ഫ്രഷ്ലി ബിഫോർ യൂസ്, എപ്പോഴും ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 10 ml ഓഫ് സൊല്യൂഷൻ എയും 0.03 ml ഓഫ് സൊല്യൂഷൻ ബിയുമാണ്. എയും ഉണ്ട് ബിയും ഉണ്ട്, രണ്ട് സൊല്യൂഷൻ ഉണ്ട്. എയുടെ 10 ml ബിയുടെ 0.3 ml ആണ് മിക്സ് ചെയ്യേണ്ടത്. ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുക, കാരണം അതിന് ഷെൽഫ് ലൈഫ് കുറവാണ്. സൊല്യൂഷൻ എ, അതായത് മിക്സ് ചെയ്യേണ്ട സൊല്യൂഷൻ എ എന്ന് പറഞ്ഞാൽ 1 gram ഓഫ് സൾഫാനിക് ആസിഡ് in 15 ml of concentrated HCl and make up to 1 liter in water. 1 gram സൾഫാനിക് ആസിഡ് 15 ml കോൺസെൻട്രേറ്റഡ് HCl ലയിപ്പിച്ചിട്ട് ടോട്ടൽ വോളിയം വാട്ടർ ഉപയോഗിച്ചിട്ട് 1 ലിറ്റർ ആക്കി മാറ്റുക. അതാണ് സൊല്യൂഷൻ എ. സൊല്യൂഷൻ ബി എന്ന് പറഞ്ഞാൽ 0.5 gram സോഡിയം നൈട്രൈറ്റ്, നൈട്രേറ്റ് അല്ല നൈട്രൈറ്റ് ആണ്. 0.5 gram സോഡിയം നൈട്രേറ്റ് 100 ml വാട്ടറിൽ ഡിസോൾവ് ചെയ്യുക. ദിസ് ഈസ് ദ സൊല്യൂഷൻ ബി. ഈ സൊല്യൂഷൻ ബി നമ്മൾ റെഫ്രിജറേറ്ററിലാണ് സൂക്ഷിക്കേണ്ടത്. 1 മാസമാണ് അതിന്റെ ഷെൽഫ് ലൈഫ്. ഇപ്രകാരം ഉണ്ടാക്കിയ സൊല്യൂഷൻ എയും ബിയും ഈ പറയുന്ന അളവിൽ 10 ml എയും 0.3 ml ബിയും കൂടി മിക്സ് ചെയ്തുണ്ടാകുന്ന ആ റിയേജന്റിനെയാണ് നാം ഡയസോ റിയേജന്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഡയസോ ബ്ലാങ്ക് ഉണ്ട്. ഡയസോ ബ്ലാങ്കിൽ 15 ml കോൺസെൻട്രേറ്റഡ് ഹൈഡ്രോക്ലോറിക് ആസിഡിനെ 1 ലിറ്റർ വാട്ടറിലേക്ക് നാം മേക്കപ്പ് ചെയ്യുന്നു. അത് 15 ml എടുത്ത് അതിനെ ഡൈലൂട്ട് ചെയ്ത് 1 ലിറ്റർ ആക്കി മാറ്റി കഴിഞ്ഞാൽ അതാണ് ഡയസോ ബ്ലാങ്ക് എന്ന് പറയുന്നത്. മൂന്നാമത്തെ റിയേജന്റ് മെത്തനോൾ ആണ്. നാലാമത്തെ ബിലിറൂബിൻ സ്റ്റാൻഡേർഡ്, റെഡിമെയ്ഡ് സ്റ്റാൻഡേർഡ് ആണ്. നമ്മൾ ഡയറക്റ്റ് അത് റീഡ് ചെയ്താൽ മാത്രം മതി, പ്രത്യേകിച്ച് അതിന്റെ പ്രോസസ്സിംഗ് ഒന്നും ആവശ്യമില്ല. പിന്നെ നമുക്ക് സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് സിറം ആണ്. സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുക. ഈ സാമ്പിൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, ഈ നോട്ട്സിൽ കാണിച്ചിട്ടില്ല, നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം, നോട്ട് ചെയ്യണം. ഈ ബിലിറൂബിൻ ഞാൻ മുമ്പ് പറഞ്ഞു ലൈറ്റ് സെൻസിറ്റീവ് ആണ്. പ്രകാശത്തിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ കുറെ സമയം വെച്ച് കഴിഞ്ഞാൽ ആ ബിലിറൂബിൻ ഡിസോസിയേറ്റ് ചെയ്ത് ഇല്ലാതായി പോകും. അതുകൊണ്ട് ബിലിറൂബിൻ എസ്റ്റിമേഷന് വേണ്ടി കളക്ട് ചെയ്യുന്ന സിറം എത്രയും പെട്ടെന്ന് പ്രോസസ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ ഡാർക്ക് കണ്ടീഷൻസിൽ നമ്മൾ അതിനെ സൂക്ഷിക്കണം. അതല്ലാണ്ട് എക്സ്പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ലൈറ്റിന് എക്സ്പോസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ 5-6 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ബിലിറൂബിന്റെ അളവ് വളരെ കുറഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ സാമ്പിൾ കളക്ട് ചെയ്യുമ്പോൾ, പ്രിസർവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഇനി പ്രൊസീജിയർ നോക്കാം. പ്രൊസീജിയറിൽ ശ്രദ്ധിക്കേണ്ട സംഗതി, 3 ടെസ്റ്റ് ട്യൂബുകൾ എടുക്കുക. ടെസ്റ്റ് ട്യൂബ് ടി ഫോർ ടോട്ടൽ ബിലിറൂബിൻ, ഡി ഫോർ ഡയറക്റ്റ് ബിലിറൂബിൻ, ബി ഫോർ ബ്ലാങ്ക്. ഇപ്പൊ റിയേജന്റ് ടെസ്റ്റ് ട്യൂബുകൾ 3 ടെസ്റ്റ് ട്യൂബുകൾ ലേബൽ ചെയ്ത് നമ്മൾ വെക്കുന്നു. 3 ടെസ്റ്റ് ട്യൂബിലേക്കും 0.2 ml വീതം സിറം ആഡ് ചെയ്യുന്നു. 3ലേക്കും 0.2 ml സിറം നമ്മൾ ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഡിസ്റ്റിൽ വാട്ടർ 3 ട്യൂബിലേക്കും 1.8 ml വീതം ഡിസ്റ്റിൽ വാട്ടർ ആഡ് ചെയ്യുന്നു. ഡയസോ റിയേജന്റ് ടോട്ടൽ, അതായത് ടോട്ടൽ ഡയറക്റ്റ്, ഇത് രണ്ടിലേക്കും മാത്രം ഡയസോ റിയേജന്റ് നാം ആഡ് ചെയ്യുന്നു. ഡയസോ ബ്ലാങ്കിൽ സൾഫാനിക് ആസിഡ് ചേർക്കാത്ത റിയേജന്റ് ആണ് ഡയസോ ബ്ലാങ്ക്. കഴിഞ്ഞ പേജിൽ നാം കണ്ടതാണ്. ആ ഡയസോ ബ്ലാങ്കിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി മെത്തനോൾ നമുക്കറിയാം, മെത്തനോളിന്റെ പ്രസൻസിലാണ് ഡയറക്റ്റും ഇൻഡയറക്റ്റും 2 ബിലിറൂബിനും റിയാക്ട് ചെയ്യുന്ന മെത്തനോളിന്റെ പ്രസൻസിലാണ്. രണ്ടും കൂടി റിയാക്ട് ചെയ്യുന്ന മെത്തനോൾ വേണം. അപ്പൊ അതുകൊണ്ട് ടോട്ടൽ എന്നുള്ള ട്യൂബിലേക്ക് മെത്തനോൾ ആഡ് ചെയ്യും. മെത്തനോൾ ആഡ് ചെയ്യുമ്പോൾ അവിടെ റിയാക്ഷൻ നടക്കുമ്പോൾ ടോട്ടൽ ബിലിറൂബിൻ, അതായത് കോൺജുഗേറ്റഡും അൺകോൺജുഗേറ്റഡും അവിടെ റിയാക്ട് ചെയ്യും. അത് മെത്തനോൾ. ഇനി ഡയറക്റ്റ് എന്ന് പറയുന്ന ആ ട്യൂബിലേക്ക് നമുക്കറിയാം, ഡയറക്റ്റിലേക്ക് നമുക്ക്
ആവശ്യമുള്ളത് ഡിസ്റ്റിൽഡ് വാട്ടർ മാത്രമേ നമുക്ക് ഡയറക്റ്റ് ട്യൂബിലേക്ക് നമുക്ക് ഡിസ്റ്റിൽഡ് വാട്ടർ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. അതുപോലെ ബ്ലാങ്കിലേക്കും, ഈ ബ്ലാങ്ക് എന്ന് പറയുന്ന ഈ ട്യൂബ്, ഇതാണ് നമ്മൾ ടോട്ടൽ റീഡിങ്ങിൽ നിന്നും, അതായത് ടോട്ടലിന്റെ റീഡിങ്ങും അതുപോലെ ഡയറക്റ്റ് റീഡിങ്ങിൽ നിന്നും ഈ ബ്ലാങ്കിന്റെ റീഡിങ് നാം മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് കാരണം എന്ന് പറയുന്നത് ബിൽറൂബിൻ ഇറ്റ്സെൽഫ് ഒരു കളറുണ്ട്, ഒരു മഞ്ഞ കളറുണ്ട്. ബിൽറൂബിന്റെ ആ സിറത്തിന് ഒരു കളർ ഉണ്ടാവും. വളരെ കോൺസെൻട്രേഷൻ കൂടിയപ്പോൾ ആ സിറത്തിന്റെ കളറ് ഈ ടോട്ടൽ റിസൾട്ടിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് റിയാക്ഷൻ നടക്കാതെ തന്നെ ആ സിറത്തിനുള്ള കളറ് റിസൾട്ടിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാം ഈ ബ്ലാങ്ക് കൂടി റൺ ചെയ്യുന്നത്. അപ്പൊ ഇപ്രകാരം റിയേജൻസ് നാം ആഡ് ചെയ്യുന്നു. റിയേജൻസ് ആഡ് ചെയ്തിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ടത് മിക്സ് ആൻഡ് കീപ് ടി ആൻഡ് ബി, അതായത് ടോട്ടൽ ബ്ലാങ്ക്, ഈ രണ്ട് ട്യൂബുകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ടി ആൻഡ് ബി ഫോർ 30 minutes ഇൻ ഡാർക്ക്. ഈ രണ്ട് ട്യൂബുകൾ, ടോട്ടൽ എന്ന് എഴുതിയ ട്യൂബും ബ്ലാങ്ക് എന്ന് എഴുതിയ ട്യൂബും നമ്മൾ 30 മിനിറ്റ് സമയം ഡാർക്കിൽ അതിനെ കീപ്പ് ചെയ്യുക. ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇരുട്ടത്ത് കീപ്പ് ചെയ്യുക. കീപ് ഡി ഫോർ റൂം ടെമ്പറേച്ചർ ഫോർ 1 minute. ഈ ഡയറക്റ്റ് എന്ന് എഴുതിയിരിക്കുന്ന ഈ ട്യൂബ്, ഡി എന്ന് പറഞ്ഞ ട്യൂബ് 1 മിനിറ്റ് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യുക. റീഡ് അറ്റ് 5/4 നാനോമീറ്റർ അഗെയിൻസ്റ്റ് ഡിസ്റ്റിൽഡ് വാട്ടർ. ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച് 0 സെറ്റ് ചെയ്യുക. ശ്രദ്ധിക്കേണ്ട സംഗതി ഇതാണ്. ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ച് 0 സെറ്റ് ചെയ്യുന്നു. അങ്ങനെ 0 സെറ്റ് ചെയ്തിട്ട് ഈ 3 ട്യൂബുകളും നമ്മൾ റീഡ് ചെയ്യുന്നു. ബ്ലാങ്ക് റീഡ് ചെയ്യണം, ഡയറക്റ്റ് റീഡ് ചെയ്യണം, ടോട്ടൽ റീഡ് ചെയ്യണം. അതായത് ബ്ലാങ്ക് ഉപയോഗിച്ചല്ല 0 സെറ്റ് ചെയ്യേണ്ടത്, ഡിസ്റ്റിൽഡ് വാട്ടർ ഉപയോഗിച്ചിട്ട് 0 സെറ്റ് ചെയ്യുക. എന്നിട്ട് ബ്ലാങ്കിന്റെ റീഡിംഗ് എടുക്കണം, ഡയറക്റ്റിന്റെ റീഡിംഗ് എടുക്കണം, ടോട്ടലിന്റെ റീഡിംഗ് എടുക്കണം. 3 റീഡിങ്ങും നാം എടുക്കേണ്ടതായിട്ടുണ്ട്. ശ്രദ്ധിക്കുക. അതുപോലെ ഇവിടെ ഈ ബ്ലാങ്കിന്റെ പിക്ചർ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ബ്ലാങ്കിന്റെ ടോട്ടൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിലേക്ക് 2.5 ml മെത്തനോൾ കൂടി ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ബ്ലാങ്കിന്റെ ടോട്ടൽ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി 2.5 ml മെത്തനോൾ കൂടി ആഡ് ചെയ്യേണ്ടതായിട്ട് നിങ്ങൾ ഇവിടെ അത് ചേർക്കണം. കാരണം പിക്ചറിൽ മറിഞ്ഞു പോയതാണ്. ഓക്കെ, ഇതിന്റെ കാൽക്കുലേഷൻ നമുക്ക് നോക്കാം. കോൺസെൻട്രേഷൻ ഓഫ് ടോട്ടൽ ബിൽറൂബിൻ ഈസ് ഈക്വൽ ടു അബ്സോർബൻസ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ടോട്ടൽ മൈനസ് അബ്സോർബൻസ് ഓഫ് ബ്ലാങ്ക്, നമ്മൾ ബ്ലാങ്കും ചെയ്തിട്ടുണ്ട്, അബ്സോർബൻസ് ഓഫ് ബ്ലാങ്ക് ഡിവൈഡ് ബൈ അബ്സോർബൻസ് ഓഫ് സ്റ്റാൻഡേർഡ് ഞാൻ പറഞ്ഞു റെഡിമെയ്ഡ് സ്റ്റാൻഡേർഡ് ആണ്, അത് പ്രത്യേകിച്ച് പ്രൊസീജിയറും ചെയ്യേണ്ടതില്ല, ഡയറക്റ്റ് റീഡ് ചെയ്താൽ മതി. ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്, അതിനെ കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. സ്റ്റാൻഡേർഡിന്റെ കോൺസെൻട്രേഷൻ ആ സ്റ്റാൻഡേർഡ് ബോട്ടിലിന്റെ പുറത്ത് എഴുതിയിട്ടുണ്ടാകും, അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് കോൺസെൻട്രേഷൻ ഓഫ് ടോട്ടൽ ബിൽറൂബിൻ. ഇനി കോൺസെൻട്രേഷൻ ഓഫ് ഡയറക്റ്റ് ബിൽറൂബിൻ, അതായത് ഡയറക്റ്റ് ബിൽറൂബിൻ എന്ന് പറഞ്ഞാൽ കോൺജുഗേറ്റഡ് ബിൽറൂബിൻ ഈസ് ഈക്വൽ ടു അബ്സോർബൻസ് ഓഫ് ഡി. നമ്മൾ ഡയറക്റ്റ് ബിൽറൂബിൻ ആണ് ഡി എന്ന് പറയുന്ന ട്യൂബിൽ ചെയ്തത്. അബ്സോർബൻസ് ഓഫ് ഡി മൈനസ് അബ്സോർബൻസ് ഓഫ് ബി, ബ്ലാങ്കിന്റെ അബ്സോർബൻസ് ഓഫ് ഡി മൈനസ് അബ്സോർബൻസ് ഓഫ് ബി ഡിവൈഡ് ബൈ അബ്സോർബൻസ് ഓഫ് സ്റ്റാൻഡേർഡിന്റെ അബ്സോർബൻസ് എടുക്കുക ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡിന്റെ കോൺസെൻട്രേഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് കിട്ടുന്നതാണ് ഡയറക്റ്റ് ബിൽറൂബിൻ. അപ്പൊ ടോട്ടലും കിട്ടി, ഡയറക്റ്റും കിട്ടി. ഈ ഇൻഡയറക്റ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എളുപ്പമാണ്. കോൺസെൻട്രേഷൻ ഓഫ് ഇൻഡയറക്റ്റ് ബിൽറൂബിൻ ഓർ അൺകോൺജുഗേറ്റ് ബിൽറൂബിൻ ഈസ് ഈക്വൽ ടു ടോട്ടൽ ബിൽറൂബിൻ മൈനസ് ഡയറക്റ്റ് ബിൽറൂബിൻ. നമുക്ക് കിട്ടിയ ഈ ടോട്ടൽ ബിൽറൂബിന്റെ അളവിൽ നിന്നും ഡയറക്റ്റ് ബിൽറൂബിന്റെ അളവ് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇൻഡയറക്റ്റ് അഥവാ അൺകോൺജുഗേറ്റഡ് ബിൽറൂബിന്റെ അളവ് ലഭിക്കുന്നു. അപ്പൊ നാം മനസ്സിലാക്കേണ്ട സംഗതി, ആൽക്കഹോളിന്റെ പ്രസൻസിലാവുമ്പോൾ 2 ബിൽറൂബിൻ റിയാക്ട് ചെയ്യുന്നു, അതുകൊണ്ട് നമുക്ക് കിട്ടും ടോട്ടൽ ബിൽറൂബിൻ. വാട്ടറിന്റെ മാത്രം പ്രസൻസിലാവുമ്പോഴത്തേക്കും ഡയറക്റ്റ് അഥവാ കോൺജുഗേറ്റഡ് ബിൽറൂബിൻ മാത്രമേ റിയാക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ടോട്ടലിൽ നിന്നും കോൺജുഗേറ്റഡ് അഥവാ ഡയറക്റ്റ് കുറച്ച് കഴിയുമ്പോൾ അൺകോൺജുഗേറ്റഡ് ബിൽറൂബിന്റെ അളവ് നമുക്ക് ലഭിക്കുന്നു. നോർമൽ വാല്യൂ നമുക്ക് നോക്കാം. ടോട്ടൽ ബിൽറൂബിൻ 0.2 to 1 milligram per deciliter or milligram percentage. ഡയറക്റ്റ് അഥവാ കോൺജുഗേറ്റഡ് ബിൽറൂബിൻ 0 to 0.2, വളരെ കുറവേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ 0 തന്നെ ഉണ്ടാകും. 0 to 0.2 milligram per deciliter അഥവാ milligram percentage. ഇൻഡയറക്റ്റ് ബിൽറൂബിൻ അഥവാ അൺകോൺജുഗേറ്റഡ് ബിൽറൂബിൻ 0.2 to 0.8 milligram percentage. ഇങ്ങനെയാണ് ആ റിസൾട്ട് നാം റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇതിന്റെ പ്രൊസീജിയർ കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള പ്രൊസീജിയർ ആണ്, അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. കാരണം ടെസ്റ്റും
രണ്ട് രീതിയിലുള്ള ടെസ്റ്റ്, ടോട്ടൽ എന്ന് പറയുന്നത് ഡയറക്റ്റ് എന്നുള്ളതുകൊണ്ട്, അതുകൂടാണ്ട് ഒരു ബ്ലാങ്ക് കൊണ്ട് അതിന്റെ മൂന്നിന്റെ വ്യത്യസ്തമായ റീഡിങ്ങുകൾ നമ്മൾ എടുക്കണം. അതുകൂടാണ്ട് സ്റ്റാൻഡേർഡ് റീഡിംഗ് എടുക്കണം. ഇതെല്ലാം റീഡ് ചെയ്യേണ്ടത് ഡിസ്റ്റിൽ വാട്ടർ ഉപയോഗിച്ചിട്ട് 0 സെറ്റ് ചെയ്തിട്ടാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇത്രയുമാണ് ബിൽറൂബിൻ എസ്റ്റിമേഷനെ കുറിച്ച് പറയാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ നാം ഡിസ്കസ് ചെയ്യും. താങ്ക് യു.